തോരാത്ത മഴയോട് കൂടിയല്ലേ കർക്കിടത്തിൻ്റെ വരവ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കർക്കിടകം കള്ളക്കർക്കിടകം എന്നൊക്കെ പറയുന്നത്. ഒരു വിശേഷപ്പെട്ട മാസം തന്നെയാണല്ലേ കർക്കിടകം. അപ്പോൾ ശീബോധി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദശപുഷ്പങ്ങൾ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. മഴ ഇപ്പച്ചോരുന്ന് വെക്കുന്നപ്പോൾ മഴ ഒന്നും ചോരുന്ന ലക്ഷണമില്ല. പിന്നെ ഞങ്ങൾ കോടയും ചൂടി ഇറങ്ങി. ഇവിടെ ദശപുഷ്പങ്ങൾ മൊത്തം കിട്ടുമൊന്നുമില്ല കേട്ടോ. ആകെ 2-3-4 കിട്ടും. മുക്കുറ്റി, കഞ്ഞുണ്ണി, പൂവാങ്കുറുന്നൽ, ചെറുള, അങ്ങനെ കുറച്ചൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ആദ്യമൊക്കെ ഈ മുക്കുറ്റി വീടിൻ്റെ സൈഡിലൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം മുക്കുറ്റിനെ കാണാനേ ഇല്ല. ആകെ 1-2 ഒക്കെ അവിടെ ഉണ്ടെങ്കിലായി. എനിക്കിവിടെ കിട്ടാത്തതൊക്കെ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുതരില്ല കേട്ടോ. അവിടെ ഒരുവിധം എല്ലാ സാധനം കിട്ടും. 10 അവിടെ അമ്മ ഒപ്പിക്കലുണ്ട്. എനിക്കറിയാത്തതൊക്കെ പാറൂന്ന് അറിയാം കേട്ടോ. ഓളെ വീട്ടിൽ അമ്മേൻ്റെ കൂടെ പോയിട്ട് പറിച്ച് ശീലമുണ്ടൊക്കെ. ചെറുകളൊക്കെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇപ്പം അത് ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാൻ. കറുകപ്പുല്ലാണെന്നും പറഞ്ഞ് പറക്കിയിട്ടത്. കറുകപ്പുല്ല് തന്നെയാണ് എനിക്കറിയില്ലത്. ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തുമ്പക്കഴുത്ത് മാത്രമായിട്ടാണ് വെക്കല്. ഇപ്പം തുമ്പക്കഴുത്ത് വെക്കില്ലല്ലോ. അപ്പം നാളെ രാവിലെ ശീബുദ്ധിക്ക് വെക്കാനുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.